ഒരു BJP നേതാവ് ആത്മഹത്യ ചെയ്തത് നമുക്കറിയാം. സഹകരണ സംഘങ്ങളുടെ മറവിൽ നടന്ന കൊള്ളയാണ് അതിന് പിന്നിൽ. തിരുമനാലി മരണത്തിന് ശേഷം അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ശരിയല്ല. പക്ഷേ ഇന്ന് മറ്റൊരാൾ ആത്മഹത്യയുടെ മുനമ്പിലാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാരണം MS കുമാറിനെ പോലൊരു മുതിർന്ന BJP നേതാവ്, എനിക്ക് തോന്നുന്നു ആദ്യകാലത്തൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ BJPയുടെ ഒരു വേരോട്ടം ആരംഭിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ മുഖങ്ങളിൽ ഒന്നായിരുന്നു MS കുമാർ. MS കുമാർ ആണെങ്കിലും BK ശേഖർ ആണെങ്കിലും, അന്തരിച്ചുപോയ BJPയുടെ നേതാവാണ് BK ശേഖർ. പിന്നൊന്ന് P അശോക് കുമാർ എന്ന് പറയപ്പെടുന്ന പാൽക്കുളങ്ങരയുടെ കൗൺസിലറാണ്. അദ്ദേഹമൊക്കെയാണ് ആദ്യകാലത്ത് ഈ BJPയുടെ മുഖങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പുതിയ പല നേതാക്കളും എത്തിയത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ അദ്ദേഹമൊക്കെ ഈ പറയുന്ന പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ ഓരം നിൽക്കുന്ന ആളായി മാറിയിരിക്കുന്നു. കാരണം അവരെയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നു പുതിയ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ. പക്ഷേ ഒരാൾ ആത്മഹത്യയിലേക്കാണ്, ഞാനും ആ വക്കീലാണ് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വ്യക്തി ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും അദ്ദേഹം അത് ചെയ്തേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആരെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ആത്മഹത്യ ചെയ്താൽ ആ ആള് എന്ത് കാരണത്താലായാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒന്നും പറയുകയല്ല, ടെക്സ്റ്റ് ചെയ്യുക. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ആ ഒരു മരണവാർത്ത വന്ന അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാം വായിച്ച് കേൾക്കാറുള്ളതാണ്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ എത്ര മനക്കരുത്തുള്ള ആളായാലും അത് ചെയ്തു പോകും. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ വിലയിരുത്തിയാൽ കോൺഗ്രസ്സിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു വാർത്തയല്ല. കാരണം ദുർബലന്മാരും പേടിത്തൊണ്ടന്മാരും ഒക്കെയാണ് ഈ പാർട്ടിയിലെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഒറ്റപ്പെട്ട അല്ലാത്തവരും കണ്ടേക്കാം, എന്നാലും ബഹുഭൂരിപക്ഷവും പോലീസെന്ന് പറഞ്ഞാൽ തന്നെ പേടിച്ചോടുന്ന പാർട്ടികളാണ്. CPM-ഉം BJP അങ്ങനെയൊന്നുമല്ല. അതിൽ ഒരുപക്ഷെ CPM-നേക്കാളും കടുത്ത നെഞ്ച് ഊക്കും കയ്യൂക്കും മനക്കരുത്തുമുള്ളവരാണ് BJP. അങ്ങനെയുള്ള BJPയുടെ ആദ്യകാല നേതാക്കൾ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ, കാരണം ഇപ്പോൾ ഒരാൾ ഞാൻ BJPയുടെ നേതാവാണെന്ന് പറഞ്ഞാൽ ആർക്കും അതിനകത്തൊരു ഇതില്ല. കാരണം അതിൻ്റെ പുഷ്കല കാലത്ത് 11 കൊല്ലം കേന്ദ്രം ഭരിക്കുകയും മിക്കവാറുമുള്ള സംസ്ഥാനങ്ങളുമൊക്കെ കയ്യിലായി കോടികളുടെ ആസ്തിയൊക്കെയുള്ള ഒരു പാർട്ടിയിലെ മെമ്പറാണെന്നോ അതിലെ നേതാവാണെന്നോ പറയുന്നതിൽ പ്രത്യേകിച്ച് അഭിമാനിക്കാനൊന്നുമില്ല. പക്ഷേ ശ്രീ MS കുമാർ അതിൽപ്പെട്ട ആളല്ല. BJP എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു അതൃപ്തിയോടെ, ഒരു ഈർഷ്യയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ നേതാവാണ്. വെറും അണിയല്ല എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ BJPയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സ്വഭാവത്തിൻ്റെയും കൂടെ നേട്ടമായിരിക്കാം ഇന്ന് പല BJPയുടെ നേതാക്കന്മാരെയും കാണുന്ന പോലെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനോട് ഇല്ലായിരുന്നു. അതൊരു സത്യമാണ്. നല്ല സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു ചിരിച്ച മുഖം. പലപ്പോഴും BJPയുടെ വലിയ നേതാക്കന്മാർ ഈ മസിൽ പിടിച്ച് നടക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. CPM-ൻ്റെയും കുറേയധികം പേർക്കുണ്ട്. ഒരു സൗമ്യ മുഖം എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നത് വെറുതെ അല്ല, അത് അനുഭവപ്പെടുന്നതാണ്. അപ്പം BJPയുടെ തലസ്ഥാന ജില്ലയിലെ ഒരു നല്ല ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ കുമാർ അദ്ദേഹം അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിനു മുമ്പും ചില പ്രസ്താവനകൾ അദ്ദേഹം ചെറിയ തോതിലൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കഠിനമായ ഒരു പ്രസ്താവന നടത്താൻ ഇടവരുന്നത് തിരുമല കൗൺസിലർ ശ്രീ അനിൽ കുമാറിൻ്റെ ആത്മഹത്യയാണ്. അതെ, അദ്ദേഹം ഒരു ഫാർമ ടൂൾസ്, അങ്ങനെ ഒരു ജില്ലാ ഫാം ടൂൾസ് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നിരവധി BJP നേതാക്കന്മാർ അവിടെ നിന്നും ലോൺ എടുത്തു. ഇപ്പോൾ നമ്മൾക്ക് കണ്ടുവരുന്ന ഒരു പ്രവണത, ലോൺ എടുത്താൽ മതി, ഇത് തിരിച്ചടയ്ക്കേണ്ടുന്ന സാധനമാണെന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണോ അതോ അടച്ചില്ലേലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്? അതൊരു പ്രവണതയാണ്. അത് തൃശ്ശൂർ കരുവന്നൂർ ബാങ്കിൽ അതിൽ ഉത്തരവാദിയായി വന്നത് മുൻ മന്ത്രിമാരുടെയൊക്കെ പേര് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതേപോലെ സഹി കെട്ടിട്ട്, കാരണം ഒരു ബാങ്ക് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ
അവിടെ ബാങ്കിൽ നിന്ന് ലോണും എടുക്കും, ബാങ്കിൽ നിക്ഷേപങ്ങളും വരും. നിക്ഷേപകൻ വന്ന് രൂപ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്നാൽ സ്വാഭാവികമായും അതിന് ആൻസറബിൾ ആയിട്ട് വരുന്നത് ബാങ്ക് പ്രസിഡന്റ്. ഈ നിക്ഷേപകൻ തന്നെ പറയും, നിങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രൂപ ഇവിടെ ഇട്ടത്, അല്ലാതെ ഈ നാട്ടിൽ വേറെ ഒന്നും ബാങ്കുകളില്ലാത്തത് കൊണ്ടല്ല. പിന്നെ ഒരു പാർട്ടി അനുഭാവിയും കൂടെ ആണെങ്കിൽ നിങ്ങളെയും പാർട്ടിയെയും കൂടി പരിഗണിച്ചാണ് ഇത് കൊണ്ടിട്ടത്. അപ്പം അത് ഈ ലോൺ എടുത്തുകൊണ്ട് പോയവർ ഒരു പണവും അടയ്ക്കാതെ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ ആളിൻ്റെ തലയിൽ വരികയും അത് ആ ആളിൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കുടുംബ പ്രശ്നം എത്രമാത്രം വലുതായിരിക്കും. നമ്മളിപ്പോൾ എത്ര വലിയ നേതാവായാലും ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഒരു കുടുംബം ഉള്ളതാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തെ സമാധാനം ഇല്ലാതാവുന്ന ഒരവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് പദവിയിൽ ഇരിക്കുന്ന ആളായാലും സമാധാനമില്ലാത്ത ഒരവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം അത് കുറ്റപ്പെടുത്തുന്നതല്ല, എന്നാലും അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ പോലും അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഒരു അവസ്ഥയാണ്. എന്നാലും നിങ്ങൾക്കിത് പറ്റിയല്ലോ, അത് ആളിനെ കുറ്റപ്പെടുത്തുന്നതല്ല, ഒരിക്കലും നമ്മൾക്ക് സംഭവിക്കാൻ പാടില്ല. പക്ഷേ സംഭവിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ രണ്ട് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്യില്ല. ഈ സ്നേഹത്തോടെയുള്ള സഹതാപത്തോടെയുള്ളതാണ് വലിയ വിഷയം. അപ്പം ആ അനിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തിനും ഞാനും ഈ അവസ്ഥയിലാണല്ലോ, എൻ്റെ ബാങ്കും ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ബാങ്കിലും ഇതേപോലെ തിരുവിതാംകൂർ സഹകരണ ബാങ്കിനകത്തും ഇതേ അവസ്ഥ. അതായത് ഈ BJPയുടെ നേതാക്കൾ തന്നെ കടമെടുത്തിരിക്കുന്നു, അവർ തിരിച്ചടയ്ക്കുന്നില്ല. ഏകദേശം തിരുവനന്തപുരം വാസിയായിട്ടുള്ള ഈ താക്കോൽ സ്ഥാനത്തൊക്കെ ഉള്ള ജില്ലാ നേതൃത്വത്തിൽ താക്കോൽ സ്ഥാനത്തൊക്കെ ഉള്ള നേതാവ് വരെ 40 ലക്ഷം രൂപ കടമെടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല. മറ്റൊരു നേതാവ് 35 ലക്ഷത്തോളം രൂപ എടുത്തിട്ട് തീരദേശ നേതാവായിട്ടുള്ള അദ്ദേഹം തിരിച്ചടച്ചിട്ടില്ല. മറ്റൊന്ന് ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതാവിനെ കൊണ്ടുവന്നു, അദ്ദേഹം ഏകദേശം 35 ലക്ഷം രൂപ എടുത്ത് തിരിച്ചടച്ചിട്ടില്ല. ഇങ്ങനെ 1 കോടിയിലധികം രൂപ ഇവരുടെ നേതാക്കന്മാർ തന്നെ തിരിച്ചടയ്ക്കാനുണ്ട് എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെയാണ് MS കുമാർ പറയുന്നത്, ഞാനും ഈ അനിൽകുമാറിൻ്റെ അതേ പാതയിലാണ്, ആത്മഹത്യ മുനമ്പിലാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോഴും ഈ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയുന്നില്ല, ഒരു തരത്തിലും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയാം, നമ്മളിവിടെ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ CPM-നെ എപ്പോഴും മുൾമുനയിൽ നിർത്താറുണ്ട്. ശരിയാണ്, അവരുടെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കരുവന്നൂരാണെങ്കിലും കണ്ടലയാണെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെയും CPM-ന്റെ സഖാക്കന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. EDയുടെ അന്വേഷണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് EDയുടെ അന്വേഷണം നടക്കാമെങ്കിൽ ഇതുപോലുള്ള ജില്ലാ ഫാം ടൂർ സഹകരണ സംഘങ്ങളിലും തിരുവിതാംകൂർ സഹകരണ സംഘങ്ങളിലും ഒക്കെ EDയുടെ അന്വേഷണം നടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ എത്ര രാഷ്ട്രീയ പിൻബലമുണ്ട്, എത്ര രാഷ്ട്രീയ സഹായം കിട്ടും എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ഇത് സാമ്പത്തിക ഇടപാടാണ്. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുമല്ല. 2 വ്യക്തികൾ തമ്മിലാണെങ്കിൽ ഒന്നുകിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല, ഇല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്താൽ അവിടെ കൊണ്ട് വിഷയം തീരും. പക്ഷേ ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്താലും വിഷയം അവിടെ തീരില്ല, അത് വിഷയമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇവിടെ 2 രീതിയിലാണ്. ഒന്ന്, ഉത്തരവാദിത്തപ്പെട്ട സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും, അദ്ദേഹം അവിടെയും മാന്യനായതുകൊണ്ടാണ് പേരുകൾ പോലും പറയാത്തത്. അദ്ദേഹം ചില ക്ലൂകളൊക്കെ പറയുന്നു, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അദ്ദേഹം ആരെയും വ്യക്തിപരമായി ഒന്നും പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെയുള്ള വ്യക്തികൾ ഇത്രയും വലിയ 40 ലക്ഷവും നോക്കൂ, ഒരു പാർട്ടിക്ക്, അതും ഒരു ഹൈന്ദവ ആധിപത്യമുള്ള ഒരു പാർട്ടി മറ്റൊരു മതത്തിൻ്റെ മതാധ്യക്ഷന്മാരുമായി ബന്ധം സ്ഥാപിച്ച് രാഷ്ട്രീയപരമായി അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കുക. അതിൻ്റെ പേരും പറഞ്ഞാണ് ലോൺ എടുക്കുന്നത്. അതിനു വേണ്ടിയാകാം, അല്ലാതെ ആകാം. അപ്പോൾ ഒരു പക്ഷേ അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലോൺ കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കുക, കാരണം പാർട്ടി വളർത്താനാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തുകൊണ്ട് പോയ 30 ലക്ഷം 40 ലക്ഷം എല്ലാം കൂടെ 3ഓ 4ഓ പേര് ചേർന്ന് 1 കോടിയിലപ്പുറമൊക്കെ വന്നാൽ ഈ കോടികൾക്കൊന്നും വിലയില്ലേ? അപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇത് ചെയ്താൽ, മറ്റൊരു പാർട്ടിക്കാരനാണ് ചെയ്തതെങ്കിൽ ഇത് ഇങ്ങനെ ഇത്രയും സംഭവിക്കില്ല. പക്ഷെ അവിടെയാണ് വിഷയം. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രസിഡന്റുമാരായിട്ടുള്ള ബാങ്കിൽ നിന്ന് പലപ്പോഴും ലോൺ കൊടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെയാണല്ലോ വിശ്വാസം. എതിർ പാർട്ടിക്കാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ആ പാർട്ടി ചേരാത്തത്. ഇല്ലെങ്കിൽ പിന്നെ ആ പാർട്ടി ചേർന്നാൽ പോരെ. അപ്പോൾ അത് മാത്രമല്ല,
എതിർ പാർട്ടിക്കാരന് ലോൺ കൊടുത്താൽ ഇത് പൊളിക്കാൻ വേണ്ടി അവ ഒരിക്കലും അടയ്ക്കത്തില്ല എന്നുള്ളൊരു ചിന്തയും വരും. ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നതും ബാഹ്യ യുദ്ധം ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങനെ വിശ്വസിച്ച് കൊടുത്തു. ആ കൊടുത്തവർ അദ്ദേഹത്തെ സമയത്ത് തിരിച്ചടയ്ക്കുന്നില്ല, വാക്ക് പാലിക്കുന്നില്ല, ചതിച്ചു എന്ന വാക്ക് തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇനി മറ്റു പലരും ഈ നേതാക്കന്മാരുടെ പ്രേരണയാലായിരിക്കാം, കാരണം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഞാൻ ലോൺ തിരിച്ചടയ്ക്കാൻ സാധ്യത ഇല്ല, താല്പര്യം ഇല്ലെങ്കിൽ അവിടുന്ന് ലോൺ എടുത്തിട്ടുള്ള ബാക്കിയുള്ളവരുടെയും പറയും, നിങ്ങളും അടയ്ക്കണ്ട, ഞാനും അടയ്ക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല, അവസാനം എല്ലാം കൂടെ എഴുതിത്തള്ളു എന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞ്, അപ്പം ഈ അടയ്ക്കാത്തവർക്ക് ഒരു സമാധാനമുണ്ട്, അത് ഞാൻ മാത്രമല്ലല്ലോ, ഇപ്പോൾ മറ്റവരും അടച്ചിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. അതിലൊക്കെ ഉപരിയായി BJPയിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് പണ്ട് തൊട്ടേ അതിഭയങ്കരമായ വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതയും ഇതിനകത്ത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ തന്നെ ഏറെക്കുറെ സ്ഥാനങ്ങൾ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇല്ല, ഉത്തരവാദിത്വത്തിലൊന്നുമില്ല. അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാണ്. അദ്ദേഹം പഴയ കൗൺസിലറാണ്, അതുപോലെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ പണ്ട് വക്താവായിരുന്നു. എം എസ് കുമാർ പണ്ട് ബി ജെ പിയുടെ വക്താവാണ്. ചാനലുകളിലൂടെയൊക്കെ ആദ്യം BJPയെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പോൾ ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി പിന്നെ സാമ്പത്തികമായി ഇപ്പോൾ തകർക്കുന്നു. അല്ല, അവിടെയാണ് നമ്മൾ ചോദ്യം വരുന്നത്. ഞാൻ ഈ സഹകരണ സംഘത്തിന് EDയുടെ അന്വേഷണവും താങ്കൾ പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ MS കുമാറിനെ പോലുള്ള ഒരാളെ BJPയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തിന് ചുമതലകൾ കൊടുക്കാതെ മാറ്റി നിർത്തപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാചകങ്ങളായിട്ട് എന്നെ കാണുന്നുണ്ടോ? അല്ല, ഇതിനൊക്കെ തെളിവുകൾ വരുമല്ലോ. അപ്പം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 30 ലക്ഷം രൂപ ലോൺ എടുത്തു, ഞാനൊന്നും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അടച്ച രസീതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ MS കുമാറിനെ പോലുള്ള ആളുടെ അടുത്ത് നീതി കാണിക്കേണ്ടത് BJP സംസ്ഥാന നേതൃത്വമല്ലേ? അവർ എന്താണ് ഇങ്ങനൊരു സംഭവം പറയുന്നത്? ജില്ലാ നേതാക്കൾ എടുത്തിട്ട് പൈസ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നിങ്ങളത് അടയ്ക്കണമെന്ന് പറയേണ്ട നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാനം. അവരത് അനങ്ങുന്നില്ല. അതുകൊണ്ടാണ് MS കുമാറിനെ തള്ളിക്കളയുന്നതുകൊണ്ടാണോ, അതോ മറ്റൊരു ആത്മഹത്യ നടക്കട്ടെ എന്ന് പറയുന്നുണ്ടോ? അല്ല, അതിനകത്ത് വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പം MS കുമാറിനെയാണോ സഹായിക്കേണ്ടത്, അതല്ല ഈ ലോൺ എടുത്തിട്ട് അടയ്ക്കാത്തവരെയാണോ സഹായിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഒരേ കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുടെ ഭാഗം ചേരുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ സംസ്ഥാന നേതൃത്വം തന്നെ ഒറ്റക്കെട്ടല്ലല്ലോ. സംസ്ഥാന അധ്യക്ഷനെതിരെ എന്തുമാത്രം പരാതികളാണ്. അതേപോലെ പഴയ സംസ്ഥാന അധ്യക്ഷന് എതിരെയുള്ള കുഴൽപ്പണ കേസൊക്കെ എവിടോട്ട് പോയി. അപ്പോൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിൽ, കാസർഗോട്ടെ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പണം കൊടുത്തു എന്നുള്ള ഒരാക്ഷേപം, ആ കേസ് അവിടെ പോയി. അവിടുന്ന് പിടിച്ചെടുത്ത കള്ളപ്പണം എവിടെ പോയി? പക്ഷേ ഇവിടെ ലോൺ കൊടുത്ത് മര്യാദയ്ക്ക് ഒരു ബാങ്ക് കൊണ്ട് നടന്ന MS കുമാർ എന്ന വ്യക്തി ഈ തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഞാനും ആ പരുവത്തിലാണ്, എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, കൂടുതൽ പേരുടെ മൊത്തം പേരുടെയും പേരുകൾ വെട്ടിത്തുറന്ന് പറയും. BJPക്ക് സ്വാധീനമുള്ളതാണ് ED എന്ന് പറയുന്നത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ പല ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലൊക്കെ വലിയ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ബാങ്കുകളിലും അന്വേഷിക്കണം. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലാണെങ്കിലും തിരുവിതാംകൂർ സഹകരണ സംഘത്തിലാണെങ്കിൽ വലിയ അന്വേഷണം നടക്കണം. തീർച്ചയായിട്ടും അതുണ്ടാകും. അത് ഈ EDയും നോക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ബാങ്കുകളിലെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അത് ആ രാഷ്ട്രീയപരമായി എതിർ പാർട്ടി എന്ന് പറയുന്ന CPMന്റെ വൻ കോടികളുടെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ച് വന്നിട്ടും തുടർ നടപടികൾ എടുക്കാനുള്ള സിഗ്നൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ BJPയുടെ സ്വന്തം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും ഒക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ബാങ്കിന് സ്വാഭാവികമായും ആരുടെ ബാങ്കായാലും, ഇനി ഒരു പാർട്ടിയുടേതല്ല എങ്കിൽ പോലും ഏത് ബാങ്കിലും ഈ അവസ്ഥ വന്ന് പുറത്തോട്ട് അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും EDയുടെ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണം ഉണ്ടാകുമ്പോൾ ലോൺ എടുത്തത് ആരൊക്കെയാണ്, തിരിച്ചടയ്ക്കാത്തത് ആരൊക്കെയാണ്, എത്ര തുകയാണ്, എന്തിനു വേണ്ടിയാണ് എടുത്തത്, ഈ ലോൺ കൊടുക്കുമ്പോൾ തന്നെ മതിയായ ഈടില്ലാതെ ലോൺ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് അങ്ങനെ മതിയായ ഈടില്ലാതെയാണ് കൊടുത്തതെങ്കിൽ അതെങ്ങനെ കൊടുത്തു എന്നതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും. അങ്ങനെ പുറത്ത് വന്നാൽ മാത്രമേ ഒരുപക്ഷെ MS കുമാറിന് ഇതിനകത്ത് വലിയ പങ്കൊന്നും ഇല്ല എങ്കിൽ
അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സഹികെട്ട് പറയുന്നതാണോ അല്ലയോ എന്ന് ആ അന്വേഷണത്തിലൂടെയേ നമ്മൾക്ക് പുറത്ത് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾക്കൊന്നുമല്ല, ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പങ്കെന്ന് പറഞ്ഞ ശബരിമലയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മുൻ കമ്മീഷണർമാരും ഒക്കെ ഏത് നിമിഷവും അകത്താകാവുന്ന അവസ്ഥയിലായതുപോലെ ഇവിടെയും കാര്യങ്ങൾ മുഴുവൻ പുറത്ത് വരിക തന്നെ ചെയ്യും, വരണം. എങ്കിൽ മാത്രമേ ശ്രീ MS കുമാറിന് നീതി ലഭിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.